അപ്പോൾ നമ്മൾ ഇന്ന് ചമ്മന്തി ഇവിടെ വെച്ച് നമ്മുടെ പടതാക്കുളം ക്ലീൻ ആക്കാൻ പോകണം കേട്ടോ. പടതാക്കുളം ഒരു 2-3 മാസത്തിന് മേളിലായി കേട്ടോ നമ്മുടെ പടതാക്കുളം ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ പടതാക്കുളം ക്ലീൻ ആക്കാൻ പോകണം. ഒരു 2-3 നമുക്ക് വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് മേലായിട്ട് അമ്മച്ചി മരിച്ചു പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് പടതാക്കുളം എങ്ങനെയാണ് ക്ലീൻ ആക്കി നോക്കിയാലോ. എന്നാ ബാ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പടതാക്കുളത്തിന് വെള്ളം മൊത്തം വറ്റിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത്ര വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് അല്ലേ എൻ്റെ മുട്ടിന് അത്രേ ഉള്ളൂ വെള്ളം എന്ന് പറയുമ്പോൾ. ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. എന്നെ ആയാലും ചെളിവെള്ളമാണ് മൊത്തം ആൽഗയൊക്കെ പിടിച്ച്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നമുക്ക് മൊത്തം ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. അതിന് മുമ്പേ ആയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ മീൻപിടുത്തമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ മീൻ വിട്ട ഈ ഒരു സൈസൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഏത് സൈസിൽ നമുക്ക് മീൻ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. നമുക്ക് മീൻ ഇപ്പോൾ എത്ര വലുതാണെന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. നമ്മൾ മീൻ പിടുത്തമാണ്, ഇനി ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. അകത്തിറങ്ങിയിട്ട് നമുക്ക് കൈ കൊണ്ട് തപ്പി മീൻ പിടിക്കാൻ പോവാണ്. നമ്മുടെ ഈ ഒരു ഓസ് വഴി വെള്ളം വലിച്ചു വിടുന്നുണ്ട് കേട്ടോ. അതുവഴിയൊക്കെ മീൻ തപ്പി പിടിക്കുവാണെങ്കിൽ പതിയെ പിടിക്കാവുള്ളൂ കേട്ടോ. വെള്ളം കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസ്. അയ്യോ പോയി ഇനിയും കിട്ടും, പേടിക്കണ്ട കേട്ടോ. നമ്മടുത്ത സിലോപ്പിയതൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കേട്ടില്ലേ? ഇനി നമുക്ക് പോയാലേ ഇത് നമുക്ക് ഇതിനകത്ത് മാറ്റി വെക്കാം. ഇതുണ്ടോ ഇതൊക്കെ നല്ല മുഴുത്ത സിലോപ്പിയാണ്. ഇതുണ്ടോ? ഇതിനെ മൊത്തം നമുക്ക് ഇതിനകത്ത് ഇറക്കി വിടാം കേട്ടോ. ഫസ്റ്റ് ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് കഴുകാം കേട്ടോ. ഓക്കെ അടുത്ത ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്, അടുത്ത ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതിൻ്റെ മുള്ളാണ് കേട്ടോ, ഭയങ്കര പരുത്. കണ്ടില്ലേ? ഇത് നല്ല വലിപ്പമുള്ളതാണ്. ഇത് കണ്ടോ കിട്ടിയതും പോയി. നമുക്ക് തപ്പി പിടിക്കാൻ പറ്റുന്നത്രേ. മുഴുത്തൊരു മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഈ ടാങ്കിലെ ഉള്ളത് വെച്ച് ഏറ്റവും വലിയൊരു മീനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? 1.5 കിലോ കാണും മീന്. കണ്ടില്ലേ? ഉണ്ടേ. ഇതിനെ ഈ ഒരു വലിയ മീനെ മാത്രം പ്രത്യേകമായിട്ട് നമ്മൾ വലിയ ടാങ്കിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അയ്യോ, ട്രൈ ചെയ്യാം. എപ്പോൾ മീനെ കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇന്ന് നോക്കിയിരുന്നോ? ചിലപ്പോൾ വലിയ മീനെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പടക്കുളത്തിനകത്ത് നല്ല വലിയൊരു മീന് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊന്ന് പിടിക്കാൻ ട്രൈ ചെയ്യാം പറ്റുന്നത്രേ. വല വെച്ച് അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വല ഇടുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ പിടിച്ചിട്ട് കുറേ മീനെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ വല വെച്ച് അരിക്കാൻ പോകണം കേട്ടോ. മീനെ കിട്ടിയേ, വലിയ മീനാണ് കേട്ടോ. നല്ല മുഴുത്ത സിലോപ്പിയാണ് കിട്ടിയേക്കുന്നത്. കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുമുണ്ട്. ശരിക്കും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? നല്ല വലുപ്പമുണ്ട്. ഇത് കണ്ടോ? നല്ല വലുപ്പമുണ്ട് കേട്ടോ മീന്. കാണിച്ചു നോക്കട്ടെ, കാണിക്കാവേ. ഇത് കണ്ടോ? നല്ല വലുപ്പമുണ്ടല്ലേ? ഇത് കണ്ടോ? എൻ്റെ കൈ വെച്ച് നോക്കിക്കോ. ഇത്രയും വലുപ്പമുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിനെക്കൊണ്ട് വലുപ്പമുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വലിയ കുളത്തിൽ കിടക്കുന്നത്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതിനെ കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. ഉള്ളത് വെച്ച് ഏറ്റവും വലിയ മീനാണ് കേട്ടോ നമ്മൾ പിടിച്ചേക്കണേ. ഇതിനകത്ത് ഇനിയുമുണ്ട് മീനുകൾ കുറേ. ഇതിനകത്തിരുന്ന് അരിച്ച് ഇറക്കി പിടിക്കാൻ പോവാണ്. അടുത്ത മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ വലിയ മീനുകൾ കൂട്ടമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്തേക്കെ ഒരു വീഡിയോ. അത് കണ്ടില്ലേ? ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കണ്ടില്ലേ? ഇതിനെ മൊത്തം നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. ഈ വലക്കകത്ത് തന്നെ ഇനി ഒരു ടണ്ണ് കണക്കിന് മീനുണ്ട് കേട്ടോ. ആ ടണ്ണ് കണക്കിന് മീനാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ടണ്ണ് കണക്കിന് കൂട്ടങ്ങൾ നമ്മളെ കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മൊത്തം നമുക്ക് ഇതിനകത്ത് ഇടാൻ പോണേ. കണ്ടില്ലേ? കുഞ്ഞിക്ക മീൻ മൊത്തം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടോ?
നമുക്ക് ഏതൊക്കെ ടൈപ്പ് മീനിനെ കിട്ടും നമുക്ക് ഒരു ഐഡിയയും ഇല്ല. അത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ അക്കൂറിയത്തിൽ ഇടുന്ന അടിപൊളി കിടില മീനായിരിക്കും. ഇത് കണ്ടില്ലേ, വാളയാണോ? ആ വാളയല്ല, ഇതിൻ്റെ പേരാണ് നമ്മൾ തോട്ടിലെ ഫൈറ്റർ എന്ന് പറയും. നല്ല ഒരു വാലിൻ്റെ ഒരു ഷെയ്ഡൊക്കെ നോക്കിയേ, എന്നാ ഒരു സൂപ്പറാണ്. അക്കൂറിയത്തിലൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. മോളിയുടെ തന്നെ ഈ മോളി മീൻ എന്ന് പറയും കേട്ടോ, നമ്മൾ മേടിക്കാൻ കിട്ടുന്നത്. അതിൻ്റെ തന്നെ നമുക്ക് വേറെ ഒരു വെറൈറ്റി മീനാണ്. മോളി മീനാണോ? കുട്ടപ്പൻ മീനില്ലേ? അപ്പോൾ അതെ, അടുത്ത് പെരും മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ടണ്ണാണെങ്കിൽ അത് ഭയങ്കര ടണ്ണാണ് ഇതിനകത്ത് നമുക്ക് കിടക്കുന്നത്. നമുക്ക് പറയാൻ തന്നെ ഇത് നല്ല വലുപ്പമുള്ള സിലോപ്പിയ തന്നെയാണ്. കണ്ടോ, വളർന്നല്ലേ, നല്ലപോലെ വളർന്നു. നമ്മൾ വിട്ടതിനെക്കാട്ടും നല്ലപോലെ വളർന്നു. പക്ഷെ ഏതാണ്ട് ഒരു ജീവിനൊക്കെ വാലൊക്കെ കടിക്കുന്നുണ്ട്. എന്നാ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കുളത്തിൽ ഞെട്ടെന്ന് പറയുന്ന ഒരു മീനിനെ കിടപ്പുണ്ട്. അപ്പോൾ ആ മീനിന് ഈ തീറ്റക്കുറവ് കാരണം ചിലപ്പോൾ ഈ മീനെ കടിക്കാനുള്ളോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ തീറ്റയൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതല്ലേ, ഇതാണ് നമുക്ക് മത്തി എന്ന് പറയും, നാടൻ മത്തി എന്ന് പറയും കേട്ടോ. കടൽ മത്തി അല്ല കേട്ടോ, ഇത് നാടൻ മത്തി എന്ന് പറയും. കണ്ടില്ലേ, കാണാൻ തന്നെ പരൽ എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ തന്നെ പേര് വെച്ചേക്കുന്നതാണ് നാടൻ മത്തി. അല്ലേ, നല്ല വലുപ്പമായിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളങ്ങനെ മീനെ പിടിച്ചോണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, നല്ല പെടയ്ക്കുന്ന പെടപെട്ട മീനാണ് കേട്ടോ. പിന്നെ നല്ല വലുപ്പമുള്ള മീനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോളാം. നമ്മൾ ഉദ്ദേശിച്ച ആ വലിയ മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ലെവലാണ്. ഇതുണ്ടല്ലേ, നമ്മുടെ ആ വെറൈറ്റി മീൻ നമ്മുടെ കൈപ്പത്തിയിൽ അത്ര ഉണ്ട്. ഇതുണ്ടോ, കിഡിലായിട്ട് വളർന്നിട്ടുണ്ട്. നമ്മൾ വിട്ട് ഇത്ര ഒരു സൈസാണ്, പക്ഷെ ഇപ്പൊ വളർന്നു നോക്കി. ഇതുണ്ടോ, ഇതിന്റെ നമ്മള് മീൻ ഫുഡുണ്ട്. ഇതിന്റെ പല്ല് നോക്കിയേ, ഇതുണ്ടോ, ഈ പല്ലിന്റെ അവിടെ നമ്മൾ കൈ കൊണ്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ കൈയുടെ കാര്യം തീരുമാനമായി. ദേ, നമ്മൾ ഉദ്ദേശിച്ചില്ല ഈ മീനെ കിട്ടുമെന്ന് പറഞ്ഞ്, പക്ഷെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, 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 പിന്നെ നല്ലപോലെ വളർന്നു. നമ്മൾക്ക് അതിനെ പിടിക്കുന്നതായിരിക്കും. ഇതിനകത്ത് തന്നെ ഇട്ടേക്കാം കേട്ടോ. ഇതിനകത്ത് ഇടണോ? ഇതുണ്ടോ, അല്ല വെറൈറ്റി മീനാണ് കേട്ടോ. ഏറ്റവും വലിയ മീൻ പറയുമ്പോ ഇതാണ് കേട്ടോ. ഇത് വളർന്നാണ് ഇപ്പൊ ചെയ്യുന്നേ. ഇതിനെക്കാണ്ട വലുപ്പമുള്ള മീനാണ് ഇതിനകത്ത് കിടക്കുന്നത്. പാമ്പീനെ ഉദ്ദേശിച്ചാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് കേട്ടോ. ഇതുണ്ട്, നമ്മളിത് അടുത്ത വല നമ്മൾ ഇടുവാണ്. നമുക്കൊന്ന് പൊക്കാൻ കേട്ടോ. അപ്പോൾ അറ്റത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ, നല്ല മുഴുത്ത സിലോപ്പിയ. ഇതുണ്ടോ, കിടില മീന്. കിടില മീൻ വെച്ചാൽ പോരുന്നാ മതിയായിരുന്നു. ഇതൊരു മീനാണ് കേട്ടോ. അടുത്ത മീനുണ്ട്, അടുത്ത മീനുണ്ട്, മുഴുത്ത മീനാ. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് ഭയങ്കര മീനാ കേട്ടോ. അങ്ങോട്ട് മീനൊക്കെ കണ്ടായിരുന്നല്ലേ? മീൻ നോക്കിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുൾ വലിയ മീനെ മൊത്തം നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോയിട്ട് എന്നു വെച്ചാൽ നമ്മൾ ഈ പടുതാക്കുളത്തിനകത്ത് കിടക്കുന്ന ഇത്രയും ഒരടിക്കുള്ള വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം മൊത്തം നമുക്ക് ഓസ് വലിച്ചിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, അതിനെ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് വേറെ ഒരു കുറ്റിക്കകത്ത് നമ്മൾ ഇടും. എന്നിട്ട് നമുക്ക് പുത്തൻ വെള്ളം നിറച്ചിട്ട് അന്നേരം മീനെ വിടാൻ നേരത്തെ ഇങ്ങൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ ഫുള്ള് നനഞ്ഞു പോയി കേട്ടോ. പെട്ടെന്ന് ഈ വെള്ളത്തിനകത്ത് തെന്നി വീണ് പോയി. അപ്പോൾ ഇനി നമുക്ക് ഈ മീനിനെ മൊത്തം നമ്മൾ ഇറക്കി വിടാൻ പോകണം. നമ്മൾ ഉദ്ദേശിച്ച വെള്ളം നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ മീനെ നമുക്ക് പിടിച്ചിടാൻ നോക്കാം. ഇതാണ് കേട്ടോ ഏറ്റവും വെളുത്ത മീന്. പതിയെ നമുക്ക് വിടാൻ നോക്കാം കേട്ടോ. കാണിച്ചു തരാം. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ റിലീസാക്കി വിടാം. ഇത് കേട്ടോ, അല്ല സൂപ്പറായിട്ട് മീനുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓക്സിജനൊക്കെ കിട്ടട്ടെ. ഇത് കേട്ടോ, ഒരുമിച്ച് വിടുവാ. മൊത്തം ഒരുമിച്ച് വിടാൻ പോവാണ്. ഇത് കണ്ടോ, മൊത്തം മീനാണ്. ഇതിനെ മൊത്തം നമ്മളൊന്ന് ഫുള്ളായിട്ട് റിലീസാക്കാൻ പോവാണ് കേട്ടോ. അതെ, ഇത് കണ്ടോ, മീൻ മറ്റേ നല്ല എൻജോയ്മെന്റ് ആണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്.
അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ മീനെ മൊത്തം റിലീസാക്കിയിട്ട് മീനൊക്കെ ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഹാപ്പി, മീനും ഹാപ്പി. അപ്പോൾ ഇത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് അടിപൊളിയായിരിക്കും നമ്മുടെ പടതാക്കുളം കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് മറക്കരുത്. ഇതൊരു ഈസ്റ്ററിൻ്റെ ഹാപ്പി വീഡിയോ ആണ് കേട്ടോ. ഇത് പരമാവധി സപ്പോർട്ട് ചെയ്യണേ.